ഹലോ ഫ്രണ്ട്സ്, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. സെറ്റിൽ ജനുവരി 2025 പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടോട്ടൽ 6 യൂണിറ്റാണ് ഉള്ളത്. ഒന്നാമത്തെ യൂണിറ്റ് മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസ്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ പൊളിറ്റിക്കൽ സയൻസ്, നേച്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് എവല്യൂഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആസ് എ ഡിസിപ്ലിൻ, ഏൻഷ്യൻ്റ്, മോഡേൺ ആൻഡ് കണ്ടംപററി ഡെവലപ്മെൻറ്റ്സ്, ക്ലാസിക്കൽ ആൻഡ് നോർമേറ്റീവ് അപ്രോച്ചസ്, പോസിറ്റിവിസം, ബിഹേവിയറിസം ആൻഡ് പോസ്റ്റ് ബിഹേവിയറിസം, ലിബറൽ ആൻഡ് നിയോ ലിബറൽ, മാർക്സിയൻ ആൻഡ് പോസ്റ്റ് നിയോ മാർക്സിയൻ അപ്രോച്ചസ്. മൊഡ്യൂൾ സെക്കൻഡ് സബ്സ്റ്റാൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റേറ്റ്, പവർ, അതോറിറ്റി, ലെജിറ്റിമസി, സിവിൽ സൊസൈറ്റി, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സും. അതിൽ കാസ്റ്റ്, ജെൻഡർ ആൻഡ് റിലീജിയൻ. മൊഡ്യൂൾ തേർഡ് പോസിറ്റിവിസ്റ്റ് തിയറീസ്. അതിൽ വരുന്നത് സിസ്റ്റം അനാലിസിസ്, ഡേവിഡ് ഈസ്റ്റൺ, സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ്, ഗബ്രിയേൽ ആൽമണ്ട്, കമ്മ്യൂണിക്കേഷൻ തിയറി, കാൾ ഡ്യൂഷ്. സിലബസിൽ തന്നെ ഇതുപോലെ ഓരോ തിയറിയും അത് ആരുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതൊക്കെ ആദ്യം തന്നെ നല്ലതുപോലെ പഠിച്ചു പോയാൽ എക്സാമിന് തിരിഞ്ഞു പോകാതെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ കഴിയും. അതായത് സിസ്റ്റം അനാലിസിസ് ആരുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഡേവിഡ് ഈസ്റ്റൺ, സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് ഗബ്രിയേൽ ആൽമണ്ട്. അതുപോലെ പഠിച്ചു പോകണം. നാലാമത്തെ മൊഡ്യൂളിൽ വരുന്നത് തിയറീസ് ഓഫ് ഡെമോക്രസി. അതിൽ എലൈറ്റ് തിയറി, പരേറ്റോ, മോസ്ക, മിച്ചൽസ് ആൻഡ് സർട്ടോറി, പ്ലൂറലിസം, ഡാൾ, പാർട്ടിസിപ്പേറ്ററി ആൻഡ് ഡെലിബറേറ്റീവ് ഡെമോക്രസി, പബ്ലിക് സ്ഫിയർ, ഹേബർമാസ്. അഞ്ചാമത്തെ മൊഡ്യൂൾ പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. സിക്സ്ത് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്, മോഡേണൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഡീകേ. സെക്കൻഡ് യൂണിറ്റ് പൊളിറ്റിക്കൽ തോട്ട്. അതിലും 7 മൊഡ്യൂൾ വരുന്നുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ ഏൻഷ്യൻ്റ് ഗ്രീക്ക് പൊളിറ്റിക്കൽ തോട്ട്, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. മൊഡ്യൂൾ 2 പൊളിറ്റിക്കൽ ലിബറലിസം, മാക്കിയവെല്ലി, തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, ജെ റൂസോ, ജെർമി ബെന്താം, JS മിൽ, JWF ഹെഗൽ ആൻഡ് TH ഗ്രീൻ. മൊഡ്യൂൾ 3 കണ്ടംപററി ലിബറലിസം, ജോൺ റോൾസ് ആൻഡ് റോബർട്ട് നോസിക്. മൊഡ്യൂൾ 4 മാർക്സിയൻ ട്രഡിഷൻ, കാൾ മാർക്സ്, VI ലെനിൻ, മാവോ സേതൂങ് ആൻഡ് അന്റോണിയോ ഗ്രാംഷി. മൊഡ്യൂൾ 5 കണ്ടംപററി മാർക്സിസം, ലൂയിസ് അൾത്തൂസർ ആൻഡ് നിക്കോസ് പോളാൻസസ്. മൊഡ്യൂൾ 6 ക്രിട്ടിക്കൽ തിയറി, തിയോഡോർ അഡോർണോ ആൻഡ് J ഹേബർമാസ്. മൊഡ്യൂൾ 7 ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്, കൗഡില്യ, മഹാത്മാഗാന്ധി, MN റോയ്, റാം മനോഹർ ലോഹ്യ ആൻഡ് BR അംബേദ്കർ. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൽ ഇത്രയും പേരെ പഠിക്കണം. യൂണിറ്റ് 3 ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സും. ഇതിൽ 10 മൊഡ്യൂൾസ് വരുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ്. മൊഡ്യൂൾ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ആൻറ്റിസിഡൻസ് ആൻഡ് ഐഡിയോളജിക്കൽ ബേസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ മൂവ്മെൻറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ്സ്, നേച്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഐഡിയോളജിക്കൽ ബേസ് ഓഫ് പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും. മൊഡ്യൂൾ സെക്കൻഡ് സ്റ്റേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഗ്ലോബലൈസേഷൻ ആൻഡ് ചേഞ്ചിങ് നേച്ചർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ്. മൊഡ്യൂൾ തേർഡ് സ്ട്രക്ചർ ആൻഡ് പവർ, യൂണിയൻ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പാർലമെൻറ്റ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ്, ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ലെജിസ്ലേച്ചർ. മൊഡ്യൂൾ 4 ഫെഡറലിസം ആൻഡ് ഇഷ്യൂസ് ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, നേച്ചർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും, കണ്ടൻഷ്യസ് ഏരിയാസ്, ഡിമാൻഡ് ഫോർ സ്റ്റേറ്റ് ഓട്ടോണമി, എമർജിംഗ് ട്രെൻഡ്സ്, നീഡ് ഫോർ റീസ്ട്രക്ചറിംഗ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. മൊഡ്യൂൾ 5 സെക്കുലാറിസം, തിയറി ആൻഡ് പ്രാക്ടീസ്, സെക്കുലാറിസം, നേച്ചർ, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ചലഞ്ചസ്, കമ്മ്യൂണലിസം ആൻഡ് കമ്മ്യൂണൽ പൊളിറ്റിക്സ്. മൊഡ്യൂൾ 6 പാർട്ടി സിസ്റ്റം ആൻഡ് ഇലക്ടറൽ പൊളിറ്റിക്സ്, evolution, nature and growth of Indian party system, ideology, social base and
electoral performance of BJP, Indian National Congress, left parties CPIM and CPI, emergence and growth of regional parties, coalition politics, Election Commission, electoral behavior, trends in participation, electoral reforms. Module 7, Judiciary, nature and structure, High Courts, Supreme Court, Judicial independence, judicial review, judicial activism and public interest litigation, judicial reforms. Module 8, Caste, Class, Gender and the Quest for Social Justice, Caste and Identity Politics, Class and Politics, Changing Nature, marginalized social groups, women, children, minorities, scheduled caste and scheduled tribes. Module 9, State and Political Economy of Development, State and Development, Nehruvian Model of Development, Planning, Agrarian Issues, Economic Liberalization and Emerging Paradigm of Development, Changing Nature and Indian State. Module 10, Grassroots Democracy, Evolution and Growth of 73rd and 74th Constitutional Amendments, Structure, Powers and Functions, Role of Panchayati Raj Institutions in Democratization and Rural Development. Unit 4, Comparative Politics. Total 6 modules. First module, Comparative Politics, Nature and Theories, Meaning, Nature and Evolution, System Theories, Cultural Theories, Modernization Theory, Dependency Theory and Class Theories. Second module, Constitutionalism and Forms of Political Systems, UK, USA, France, China, Canada and India, Comparative Federalism, USA, Canada and India. Third module, Political Structure and Governance, UK, USA, France, China and India, Legislature, Judiciary, Executive, Bureaucracy, Separation of Powers, Checks and Balances. Module 4, State and Individual, Rights and Liberties, Comparative Analysis, USA, China and India, Multiculturalism, USA, India and France. Fifth module, Party System and Electoral Process, Political Participation, Parties and Party Systems, Interest Groups. Sixth module, Problems of Nation Building in Developing Countries, Socio-Economic Issues in Nation Building, India, Brazil and Nigeria. Fifth unit, International Relations. Total 10 modules. Module 1, Theories and Approaches to the Study of International Relations. Realism, Neo-Realism, Structural Realism, Offensive and Defensive Realism, Idealism, Liberalism, Neoliberalism, Institutional Liberalism, Constructivism, System Theory, Game Theory, Communication Theory, Decision Making Theory and Dependency Theory. Module 2, Changing Nature and Nation State, Westphalia to Contemporary Times, Impact of Globalization and Information Revolution of State, Non-State Actors, Global Civil Society, International System and Global Governance. Third module, Power, National Interest, Ideology and Foreign Policy, Elements and Determination of Power, Acquisition, Use and Limitation of Power, Formulation and Promotion on National Interest, Meaning and Relevance of Ideology in International Relations, Determinants of Foreign Policy. Fourth module, War and Conflict, Types and Significance of War, Arms Race, Arms Control and Disarmament, NPT, CTBT, FMCT. Module 5, Approaches to Peace, Conflict Resolution, Diplomacy, Balance of Power, Collective Security, International Law and Treaties. Module 6, International and Regional Institutions, UN, Origin, Growth, Provisions and Practices,
Power struggle within the UN, reforms of the UN regional organization, SAARC, ASEAN, BRICS. Module 7, International Political Economy. North-South and South-South Cooperation, IMF, WTO and Asian Infrastructure Investment Bank. AIIB. Module 8, Contemporary Issues in International Relations. Terrorism, Religious Fundamentalism, Environment and Climate Change, Human Rights, Problems of Democratic Transition, Arab Spring, Maritime Security and Cyber Security. Module 9, Emerging World Order, Post-Cold War Developments and the Changing Role of USA and China. 10th module, India in International Relations, India as a Rising Power, Basic Features, Strategies and New Orientations of Foreign Policy, Relationship with Neighbors and Big Powers, USA, China and Russia. 6th unit, Public Administration. First module, Introduction to Public Administration, Meaning, Nature, Scope and Significance of Public Administration, Evolution of Public Administration, New Public Administration, New Public and Private Management. Second module, Theories of Administration, Scientific Management, Classical Bureaucratic Human Relations, Decision Making. Third module, Approaches to Public Administration, Structural, Functional, Behavioral Systems, Public Choice, Ecological. Fourth module, Contemporary Discourse in Public Administration. Entrepreneurial Government, Theories of Governance, Concept of People's Participation in Administration, Development Policy and Administration. Fifth module, Personnel Administration, Recruitment, Training, Promotion, Discipline, Morale, Employer-Employee Relationship, UPSC, Structures, Power and Functions. Sixth module, Principles of Organization, Line and Staff, Unity of Command, Hierarchy, Span of Control, Centralization and Decentralization, Types of Organization, Formal and Informal Forms of Organization, Department, Public, Cooperative and Board. Seventh module, Bureaucracy, Theories, Types and Role, Max Weber and his critics, Civil Servant Minister Relationship. Eighth module, Financial Administration, Principles of Budget, Type of Budget, Budgetary Process, Audit, Control over Finance and Special Reference to India. Ninth module, Good Governance, Transparency and Accountability, Right to Information, ICT and Good Governance, Grievances and Redressal Institutions, Ombudsman, Lokpal and Lokayukta. ഇത്രയുമാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ സിലബസിൽ വരുന്ന ടോപ്പിക്സ്. ഇതിൻ്റെ ക്ലാസ്സുകൾ അക്ബർ അക്കാഡമി ചാനൽ അവൈലബിൾ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.